ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രകഴകം പൊടപടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ തറവാട് ദേവസ്ഥാനം മുണ്ടാത്തുകോയ്മ ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം 2027 നടക്കും. മഹോത്സവത്തിന്റെ കൂവമളക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ആവശ്യമായ നെല്ല് സ്വന്തം നിലത്ത് വിളയിച്ചെടുക്കാനായി കൃഷിക്ക് തുടക്കം കുറിച്ചു. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രകഴകം പൊടപടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ തറവാട് ദേവസ്ഥാനം മുണ്ടാത്തുകോയ്മ ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം 2027 നടക്കും. തേംകെട്ട് മഹോത്സവത്തിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു നാട് മുഴുവനും. ഇതിന്റെ ഭാഗമായാണ് മഹോത്സവത്തിലെ കൂവമളക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കാവശ്യമായ നെല്ല് വിളയിച്ചെടുക്കാനായി കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ദേവസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന 5 ഏക്കർ വയൽ പ്രദേശം പ്രയോജനപ്പെടുത്തിയാണ് കൃഷി. കാലങ്ങളായി തരിശായി കിടന്ന ഈ വയലുകൾ വീണ്ടും കതിരുകളുടെ ലോകത്തേക്ക് തിരിച്ചുവരുക എന്നതും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ബാത്തൂർ ക്ഷേത്ര ഭാരവാഹികളെയും മുണ്ടാത്ത കോയ്മക്കാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും സാക്ഷിയാക്കി കോടോംവേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ജയചന്ദ്രൻ ആദ്യ വിത്തിറക്കി നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. ശ്രീ ബാത്തൂർ ഭഗവതി ക്ഷേത്രകഴകത്തിൻ്റെ അധീനതയിലുള്ള ക്ലായി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിൻ്റെ 2027 നടത്താൻ നിശ്ചയിച്ച തെയ്യംകെട്ടിൻ്റെ മഹോത്സവത്തിൻ്റെ മുന്നോടിയായി ഇന്ന് അതിൻ്റെ ഭക്ഷ്യ സുരക്ഷയ്ക്കും അല്ലെങ്കിൽ അവിടത്തേക്ക് വേണ്ടുന്ന നെല്ലിൻ്റെ ഉൽപ്പാദനത്തിനും വേണ്ടി വിത്തിടൽ കർമ്മം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് നടത്തി. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ഉത്സവത്തിൻ്റെ പ്രാഥമികമായ ഒരു കാര്യമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇനിയും കുറേ ദൂരം ഞങ്ങൾ പോകാനുണ്ട്. 1998 അവസാനമായി ഇവിടെ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. അന്ന് നമ്മുടെ ഈ വയൽ മുഴുവൻ എല്ലാവരും കൃഷിയെടുത്ത് നമുക്ക് അവിടെ ഓരോരുത്തരും കഴിയുന്ന നെല്ല് അവിടെ കൊണ്ട് കൂട്ടിയതാണ്. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറി. ഇന്ന് പലരും കൃഷിയെടുക്കാതെ അവസ്ഥയിൽ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ കൃഷിയെടുക്കണം എന്നുള്ളൊരു തീരുമാനം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 5 ഏക്കറോളം വയൽ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി മുഖാന്തരം കൃഷിയെടുക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആയതിനു വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും പഞ്ചായത്തും കൃഷി വകുപ്പും ചെയ്തു തരാമെന്ന് ഏറ്റെടുക്കുകയും അതിൻ്റെ മുന്നോടിയായി ഇന്ന് വന്ന് അദ്ദേഹം ഇവിടെ നെൽവിത്ത് ആദ്യമായി വിതക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് കൃഷിഭവൻ തന്നെയാണ് ആവശ്യമായ വിത്ത് ലഭ്യമാക്കി നൽകിയത്. വയനാട്ടുകുലവ ദൈവത്തിന്റെ കടാക്ഷത്താൽ മികച്ച വിളവ് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വിഷവിമുക്തമായ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള നെൽകൃഷിയാണ് വിത്താണ് ഇന്ന് വിതച്ചത്. പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറികൾ കൂടെ അതിൻ്റെ സമയത്ത് പച്ചക്കറികൾ നമ്മൾ അതിൻ്റെ കൃഷിയും കൂടെ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം, വിഷവിമുക്തമായിട്ടുള്ള ഒരു ഭക്ഷണം ഈ തെയ്യംകെട്ടിൽ പങ്കെടുക്കുന്നവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ തെയ്യംകെട്ട് മഹോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരോടും നമ്മൾ ഈ പ്രദേശത്തുള്ള അവരോടും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.